അച്ചോ അച്ഛാ ആ വാ കഴിക്കാം. അവരുന്നടാ ഇരുന്നോ അല്ലേ അച്ഛാ? പിന്നെ ചെല്ലോ ചെല്ല തൊണ്ടേക്ക് വരും. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാ? അമ്മ. ഞാനാണോ? അച്ഛൻ, അമ്മൂമ്മ. നിങ്ങളല്ലേ തീരുമാനിക്കുന്നേ? അതാ ഞാൻ തീരുമാനിക്കുന്നേ. പിന്നെന്താ മിണ്ടാത്തെ? പൊട്ട് തൊണ്ട എഴുതുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. അല്ല നേരത്തെ പറയാനിരുന്ന മുട്ട് തൊണ്ട കുരുങ്ങി. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല, ഞാൻ തീരുമാനിച്ചതാ. ഒരു കല്യാണം കഴിക്കണം. സൗഭാഗ്യ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. കെട്ടിയതങ്ങ് ചേലായിട്ട് നോക്കുന്നുണ്ട്, പിന്നെ ഒന്നുകൂടെ കെട്ടാ ഞാൻ. ഉണ്ണിക്കുട്ടന്റെ കല്യാണ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഉണ്ണിക്കുട്ടനെ ഒരു കല്യാണം കഴിപ്പിക്കണം. എനിക്കിനി വയ്യ. ഇവന് വേണ്ടി വെച്ചോളമ്പോ എനിക്ക് വയ്യ. കല്യാണം കഴിച്ചിട്ട് എന്തോന്ന് വെച്ചാൽ ഇവൻ വെക്കുവോ അത് വെക്കുവോ മാറി താമസിപ്പിക്കുവോ എന്തോന്ന് വെച്ചാൽ ചെയ്തോ. എനിക്കിനി വയ്യ. പറയണ്ടേ? ശരിക്കും നിനക്ക് കല്യാണപ്രായം? അച്ഛൻ, ഞാൻ പ്രായപൂർത്തിയായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. ചിലപ്പോഴും റൂമിലോട്ടൊന്ന് വരണം കേട്ടോ. അച്ഛാ, അമ്മ എന്തൊക്കെ രാവിലെയാണ് നീ ബഹളം ഉണ്ടാകുന്നത്? എടാ, അത് ഈ രാവിലെ എണീറ്റ് ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ കാണും. എല്ലാവരും അങ്ങനെ. അച്ഛനല്ലേ രാവിലെ അടുക്കള കയറി പുട്ടും കറി ഉണ്ടാക്കി? പുട്ടി ഇവിടെ കൊണ്ട് തള്ളിയല്ലോ, അതിൻ്റെ കഴിക്കുക. നിങ്ങളൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. എനിക്കതാ വേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചു. ഇവനെ എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കുക. ഞാനത് അമ്മയോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് പറ. നീ പറയാനിരിക്കണ്ട. പെണ്ണിനെ ഞങ്ങൾ കണ്ടെത്തും. അമ്മ അങ്ങനെ പറഞ്ഞ എങ്ങനെ അമ്മ ശരിയാവുന്ന? അച്ഛാ, അമ്മ എനിക്ക് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അമ്മ, എനിക്ക് എള്ളുമ്പൂ പോലത്തെ മൂക്ക് വേണം, ചിറി വേണം, എനിക്ക് നല്ല ഹൈറ്റ് വേണം, നിറം വേണം, പനങ്കൊല പോലത്തെ മുടി വേണം, അങ്ങ് താഴെ വരെ കിടക്കണം. കൊള്ളയും നീലി ആലോചിച്ചാലോ? അതാവുമ്പോ നിന്റെ സങ്കല്പങ്ങളെല്ലാം തികഞ്ഞ് ഈ ഭൂമി മലയാളത്തിൽ ഒരാളെ ഉള്ളൂ. അതായപ്പോ ട്രെൻഡ്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് താഴെ വരെ കിടക്കുന്ന മുടി എങ്കിലും വേണം. എന്തിനാ തറ തൂക്കാനോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ മരുമോളാവാൻ പോകുന്ന പെൺകുച്ചിനെ പറ്റി എനിക്ക് കുറച്ച് സങ്കല്പങ്ങളുണ്ട്. പെൺകുച്ചിനെ സർക്കാർ ജോലി മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിനക്കറിയാവോടാ, എൻ്റെ ഒറ്റൊരാളുടെ സർക്കാർ ജോലി കൊണ്ടാണ് ഈ വീട് കഴിഞ്ഞു പോയത്. നിന്റെ വിദ്യാഭ്യാസം, ഹൗസിംഗ് ലോൺ, നിന്റെ അച്ഛൻ്റെ സർജറി, ഇതെല്ലാം എങ്ങനാ ഒരു കലാകാരനാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരെ സ്നേഹിച്ച് കെട്ടി. എന്നിട്ട് എന്തായി? 100 രൂപയുടെ ഉപകാരം ഈ മനുഷ്യനെ കൊണ്ട് ഈ വീടിനുണ്ടായിട്ടില്ല. അത് നിനക്കറിയാമോ? ഈ കലയെന്ന് പറഞ്ഞതേ വിൽക്കാനുള്ളൊരു സാധനമല്ല, അത് ദൈവസിദ്ധമായി കിട്ടുന്നൊരു കഴിവാണ്. പക്ഷെ നിങ്ങളുടെ മൂക്കിന്റെ താഴെ ഒരു തുളയുണ്ടല്ലോ, വാ, അതിനകത്തോട്ടെ കല ഉരുട്ടി കയറ്റി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അതിന് പൈസ തന്നെ വേണം. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. പഴമില്ലയോ? ഈ അമ്മ എന്തൊരു താടകയാ അച്ഛാ. വാദാപി ഗണപതിൻ പജേകം വാദാപി ഗണപതിൻ പജേകം. എന്താ നിങ്ങക്ക് വയ്യേ? പാട്ട് കച്ചേരി. എന്നൊരു കാര്യം ചെയ്യ്, കുറച്ച് മൃദംഗവും മദ്ദളവും പീപ്പിയും എല്ലാം കൂടെ വാങ്ങിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കൊട്ടാം. എന്നിട്ട് ആസ്വദിക്കാം. നമുക്ക് മോന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കും നിങ്ങളൊന്ന്. എടാ മോനെ, നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. പുറത്തോട്ടുണ്ടാക്കണ്ട, ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി. പുറത്തോട്ട് പോകുന്നതേ എന്തിനാന്ന് എനിക്കറിയാം. നിങ്ങൾ അച്ഛനും മോനും ഒരു സെറ്റാ. ഇടാ, എന്താടാ കുഴപ്പം? ഒന്നല്ല 2 പെണ്ണുങ്ങളെ കൊണ്ട് കാണിച്ചത്. 2 നല്ല തങ്കം കുടം പോലത്തെ പെൺപിള്ളേർ സർക്കാർ ജോലിയും. നിനക്ക് എന്താ നിനക്ക്? അതിലൊരാള് മൃഗ ഡോക്ടറും. അമ്മ എന്തുവാ അമ്മ പറയുന്നേ?
അവരുടെ വീട്ടിലോട്ട് കല്യാണം ആലോചിച്ച് ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് മൂരിക്കുട്ടൻ ഇറങ്ങി വന്ന് അമ്മ കണ്ടായിരുന്നു. അത് പേഷ്യന്റ് ആടാ. ആ ഞാൻ വിചാരിച്ച പെണ്ണ് തന്തയായിരിക്കും ഇന്ന്. അതാ നിങ്ങളുടെ മോശമായുണ്ടാന്നോ? അല്ല ഒടിവേഷം കെട്ടി വിചാരിച്ചത് കലയാണല്ലോ. എടാ മൃഗങ്ങളെന്ന് പറഞ്ഞ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ സഹകരിച്ച് പേടി അങ്ങ് മാറിക്കോളും. അപ്പൊ ഞാൻ നിന്റെ അമ്മയോട് സഹകരിച്ച് ജീവിക്കുന്നില്ലയോ, അതുപോലെ മാറിക്കോളും. അപ്പൊ രണ്ടാമത്തെ പെങ്കൊച്ചോ, അതിന്റെ കാര്യം എന്താ പറയാത്തെ? എൻ്റെ അമ്മ അച്ഛനും മോളും കൃഷി ഓഫീസറാന്ന് പറഞ്ഞ് വീട്ടിൽ കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ ആട്ടുംപാലാണോ ചായക്ക് വരം കൊണ്ടുവെക്കുന്നത്? അത് ഹെൽത്തി അല്ലേ മോനെ? ഈ വാഴപ്പിണ്ടി പുഴുങ്ങിയതും പയറ് മുളപ്പിച്ചതും മത്തങ്ങ അവിച്ചതും മത്തക്കുരു പൊലിച്ചതും അതൊക്കെ എന്തോത്തിനാ കൊണ്ടുവെക്കുന്നത്? എടാ അവര് ജൈവ രീതി ജീവിക്കുന്നവരാടാ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ അങ്ങ് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞാൽ അവര് മാറ്റി തന്നോളും. എന്നാ പിന്നെ കുറച്ച് ആട്ടും പുഴുക്ക വറുത്തതും ചാണകം കുഴച്ചതും ഒക്കെ വരെ തിന്നാം. അത് ഹെൽത്തി അല്ലേ, ഓർഗാനിക്. ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ആ ദിവസം കഴിച്ചോണ്ടിരിക്കില്ലയോ? നിനക്ക് രണ്ടിനെ ഇഷ്ടപ്പെട്ടില്ലയോടാ? എനിക്ക് വേണ്ട രണ്ടെണ്ണത്തെ. ഷെടാ എന്റെ പൊന്നടാ, ഇപ്പൊ അച്ഛനും അമ്മയും ആലോചിക്കുന്ന കല്യാണം നടത്തിക്കോ. പണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിയതുപോലെ കെട്ടാൻ നിന്നാലുണ്ടല്ലോ ജീവിതം കോഞ്ഞാണ്ടയായിപ്പോ. ഇല്ലെങ്കിൽ അച്ഛൻ്റെ ഗതി വരും. ഇതുവരെ സത്യമില്ല, അമ്മയില്ലേ നോക്കുന്നത് കാര്യങ്ങൾ മൊത്തം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, 2 ആഴ്ച സമയം തരും. അതിനുള്ളിൽ ഈ 2 പെണ്ണുങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നീ കെട്ടിക്കോണം. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്കേ കൂടുതൽ ആലോചിക്കാനും പറയാനൊന്നുമില്ല. ഞാൻ ഈ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റാ. ഞാനേ കണ്ടു 2 കൂടി ഇരുന്ന് ഒപ്പന കളിക്കുന്നത്. അതിനുള്ളത് റൂമിലോട്ട് വാ, തരാം ഞാൻ. അടി ഉറപ്പാ. നീ പുറത്ത് പോകുന്നുണ്ടോ? ഞാനും വരുന്നുണ്ട്. അച്ഛൻ ഇവിടെ ഇരുന്നാൽ ഞാൻ പറ്റുള്ളൂ. വാദാഭിഗണപ അല്ല, നിങ്ങൾ വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കായിരുന്നല്ലേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വരുന്നത്, പെങ്കൊച്ചിനെ കാണാനല്ലേ. പിന്നെ കഴിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരോട് അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. അതെ, ഈ ചെറുപ്പം കൊണ്ടുവന്ന ആലോചന ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം, പെങ്കൊച്ചിന് സർക്കാർ ജോലി ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഈ സർക്കാർ പെങ്കൊച്ചി ഏത് ഡിപ്പാർട്ട്മെന്റിലാ? അങ്ങനൊന്നുമില്ല, മൊത്തത്തിൽ കട ഞാനാ നോക്കുന്നത്. കടയോ? പിന്നെ സർക്കാരിന്റെ കട. ക്ലർക്കാണോ? അല്ല, ഈ ഫോട്ടോസ്റ്റാറ്റൊക്കെ. ഫോട്ടോസ്റ്റാറ്റോ? പിയൂണാണോ? മോളിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഫേമിലാ, PJ ഓഫ്സെറ്റ് എന്ന് പറയും. ഇവിടെ ആർക്ക് സർക്കാർ ജോലി ഇല്ല. എനിക്ക് സർക്കാർ ജോലി ഉണ്ടായിരുന്നു, പെൻഷൻ ആയതാ. ഞാൻ കണ്ടക്ടറായിരുന്നു KSRTCയിലെ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ എന്നെ കെട്ടാൻ പോവാന്നോ? അല്ലല്ലോ, 30 വർഷം മുമ്പാണെങ്കിൽ വേണമെങ്കിൽ നോക്കായിരുന്നു. നീ പറഞ്ഞിട്ട് കാര്യമില്ല. പാടിക്കൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളായിരുന്നു. എൻ്റെ ജീവിതം ഇത്ര നശിക്കത്തില്ലായിരുന്നു. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എൻ്റെ മോനെ ഒരു സർക്കാർ ജോലിക്കാരിയെ കൊണ്ടേ കെട്ടിക്കത്തുള്ളൂ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, അല്ല എൻ്റെ തീരുമാനം. എന്നെങ്കിലും മോള് സർക്കാർ ജോലി എഴുതി കിട്ടുവാണെങ്കിൽ പറ. അന്ന് എൻ്റെ മോൻ കല്യാണം കഴിച്ച് പോയില്ലെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം. അവളോടെ വല്ല PSC നോക്കാൻ പറ. കൊള്ളാം. ഇത് വിൽക്കുന്ന എടാ വണ്ടിക്കച്ചവടത്തിന് വന്നതാണോടാ നമ്മൾ? അല്ല. ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞതിന് ഒരു ഉത്തരം നീ എനിക്ക് തരുമോ? എടാ ഇതൊക്കെ ഒരു പ്രശ്നമാണോടാ? ഇതൊരു സൗഭാഗ്യമായിട്ടല്ലേ നീ കാണേണ്ടത്? കല്യാണക്കാരി എല്ലാം അമ്മ നോക്കും, പെണ്ണുൾപ്പെടെ. നിനക്ക് കയറി നിന്നങ്ങ് കെട്ടിയാൽ പോരെ. നീ എൻ്റെ കാര്യം ആലോചിച്ച് നോക്കി. നീ എത്ര കാലം കൊണ്ട് കല്യാണക്കാരും വീട്ടിൽ പറയുമെന്നറിയാമോ? തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇറസ്പോൺസിബിൾ ഫാമിലി. അളിയ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും മാളുവിനെ വിട്ടൊരു ജീവിതം എനിക്കില്ല. എനിക്ക് വേറൊരു പെൺകൊച്ചിനെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ലടാ. അത് മാത്രമല്ലടാ, ഒന്നും അറിയാത്ത പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പറ്റുമളിയാ? ക്ലിയർ. ഇതൊക്കെ കല്യാണം കഴിയുന്നവരേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ, ഭാര്യ അത്രയേ ഉള്ളൂ. ഇതെന്തുകൂടെ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും നെഗറ്റീവ് പറയുന്നത്? നെഗറ്റീവ് പറയണമെന്ന് വെച്ച് പറയുന്നതല്ല, പറഞ്ഞു വരുമ്പോൾ നെഗറ്റീവായി പോകുന്നതാണ്. അമ്മ പറയാം സർക്കാർ ജോലിയുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് വരുത്തുള്ളൂ. സർക്കാർ ജോലി എന്നൊരു കാര്യം ചെയ്യും, PSC എഴുതാൻ പറ, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. PSC
PSC ഇതെന്തിനാണ് എനിക്ക് തന്നത്? പഠിക്കാൻ. ഇത് മുഴുവൻ ഞാൻ കാണാണ്ട് പഠിക്കണോ? മൊത്തം നീ പഠിക്കണ്ട, ആവശ്യമുള്ളത് മാത്രം പഠിച്ചിട്ട് പോയി എക്സാം എഴുതിയാൽ മതി. എൻ്റെ അമ്മ പറഞ്ഞ കാര്യം നിനക്കറിയാമല്ലോ, സർക്കാർ ജോലിയുള്ള പെണ്ണുങ്ങളെ മാത്രമേ എൻ്റെ അമ്മ കെട്ടിച്ചു തരൂ എനിക്ക്. അതുകൊണ്ടാടി. എടാ, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ മുസോളിനി, ഇവരൊക്കെയാണ് എൻ്റെ റോൾ മോഡൽസ്. എൻ്റെ റോൾ മോഡൽസ് ഒന്നും അല്ല. പഠിത്തം കഴിഞ്ഞപ്പോൾ ഇവരുടെ ശല്യം തീർന്നെന്ന് വിചാരിച്ച പിന്നെ വന്നേക്കണം. എടി, ഇതല്ലാതെ വേറെ മാർഗമില്ലടി എൻ്റെ കയ്യിൽ. എടാ, പഠിക്കുന്നോണ്ടൊന്നും പ്രശ്നമില്ല, പക്ഷെ ജോലി കിട്ടാൻ ഒരു 5-6 വർഷം എടുക്കുന്നേ. നിനക്കെന്നെ കല്യാണം കഴിക്കണം? അത് വേണം. അങ്ങനാണെങ്കിൽ 10 വർഷം വരെ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. നീ ഒന്ന് പഠിച്ച് ജോലിക്ക് കയറി. എന്നാ ശരി, ഞാൻ പഠിക്കാം. എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ട്. കേട്ടല്ല? നിനക്ക് വേണ്ടി മാത്രം. ആർക്ക് വേണ്ടിയായാലും ഒന്ന് പഠിച്ചാൽ മതി. എന്തുവാടി പിച്ചും പേരും പറയുന്നേ? നിനക്ക് എക്സാം എന്നാ? 1935. 1935 കഴിഞ്ഞോ? എക്സാം കഴിഞ്ഞോ? അല്ല, റിസർവ് ബാങ്ക് നിലവിൽ വന്ന വർഷം. ഇതെന്തിനാ എന്നോട് പറയുന്നേ? അല്ല, ഒരു PSCക്കാരി എപ്പോഴും ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരിക്കണം, അതിനുള്ള മറുപടി നൽകാനും തയ്യാറായിട്ടിരിക്കണം. ബി കെയർഫുൾ. നീ വല്ലാതെ അങ്ങ് മാറിപ്പോയോ കേട്ടോ ആളു, വല്ലാതെ. നിനക്കിപ്പോൾ PSC മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. എൻ്റെ മുടിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആനമുടിയെക്കുറിച്ച് പറയും. എൻ്റെ അച്ഛൻ്റെ കാര്യം ചോദിച്ചാൽ അച്ഛൻ കോവിലാറിൻ്റെ വിസ്തീർണം പറയും. കല്യാണത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണരാമ സിനിമ ഇറങ്ങിയ ഡേറ്റ് പറയും. നല്ലതാ. അതെ, ഇതിനൊക്കെ കാരണം ആരാ? നീ ഒറ്റൊരുത്തൻ. മര്യാദയ്ക്ക് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോട് സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ച എൻ്റെ തലയിൽ PSCയുടെ സർക്കാർ ജോലിയുടെ വിത്ത് ഭാഗ്യതാരാ? നീ ഒറ്റൊരുത്തൻ. അതിനിപ്പോൾ എന്ത്? അപ്പൊ നീ ഇതങ്ങ് സഹിച്ചോ. എവിടെ വെച്ചാ എക്സാം? നാളെ കണ്ണൂർ വെച്ചിട്ടാ വില്ലേജ് അസിസ്റ്റന്റിന് എക്സാം. അതെ, എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. നീ പറയുന്നില്ല ഞാൻ. നീ ടൂറിന് പോവാന്നോ അതോ എക്സാം എഴുതാൻ പോവാറിഞ്ഞോ? എന്നാ, തൃശ്ശൂര്, കണ്ണൂര്, തിരുവനന്തപുരം, ഓരോ ആഴ്ചയിലും ഓരോ സ്ഥലമാണ്. ഈ അടുത്ത ഏരിയ കൊടുത്തുകൂടെ നിനക്ക്? എല്ലാം നമുക്ക് വേണ്ടിയിട്ടല്ലേ. ബാ. മാളു, ഒന്ന് നിന്നേടി. എടി, നീ കാര്യം പറഞ്ഞു. നീ എന്നെ ഇങ്ങനെ നടത്തിക്കാതെ എത്ര നേരം കൂടെ നടക്കുമെന്ന് പറ. നീ നടക്കണം, ഞാൻ പറയാന്ന്. എടി പറയടി, എന്തുവാടി? എടാ, ഞാൻ പറയാ, നമ്മുടെ സ്ഥിരം പ്ലേസ് ഇല്ലേ? എനിക്ക് സ്ഥിരം പ്ലേസിൽ പോകണ്ട. നീ പറ, കഷ്ടമുണ്ട്. അവിടെ ചെന്നിട്ട് പറയാന്ന്. നിനക്ക് പറയാൻ പറ്റുമോ മാളു? പറഞ്ഞ അതില്ലേ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടോ. എന്തോ? എടാ, കിട്ടി. എനിക്കും രാവിലെ കിട്ടി അമ്മയുടെ കയ്യിൽ നിന്ന്. ശരിക്കും അച്ഛനും നമ്മുടെ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുക. എടാ പൊട്ട, അതല്ലെന്ന്, എനിക്ക് ജോലി കിട്ടി. ഹലോ എടി, സത്യമാണോ നീ പറഞ്ഞേ? ഹാപ്പി ആയില്ലേ? എവിടെ കിട്ടിയ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട്. നാളെ രാവിലെ വരട്ടെ വീട്ടിലോട്ടെ.
അതിനെന്താ വായോ. പിന്നെ നീ ഒറ്റയ്ക്ക് വരണ്ട, അച്ഛനമ്മനിട്ട് വന്നാൽ മതി. ഇത്തവണ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ നടക്കും. കല്യാണം എന്തായാലും നടക്കും. ബാ നമ്മുടെ സ്ഥിരം പ്ലേസിലേക്ക് പോ. അയ്യോ അപ്പൊ അങ്ങനെയായിരുന്നു കാര്യങ്ങള്. പക്ഷേ ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ, പെണ്ണിന്റെ അച്ഛനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ ആയിരിക്കും? അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഞാനൊരു KSRTCയിലെ കണ്ടക്ടറാണേ. പണ്ട് ഞാനേ അടൂർ കൊട്ടാരക്കര വഴിയായിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് KSRTCയിലായിരുന്നു. ഈ KSRTCക്ക് എന്നാ പകിട്ടാ ഇല്ലയോ? അതിനൊരു സാധ്യതയില്ല. കാരണം ഞാൻ അടൂർ കൊട്ടാരക്കര റൂട്ടിലല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കോഴിക്കോട് കാസർഗോഡ് ഡിപ്പോയില ഞാൻ വർക്കിലുണ്ടായിരുന്നത്. അത് പറ. പണ്ട് ഞാൻ ട്രാൻസ്ഫർ ആയി പോയിക്കൊണ്ടിരുന്നത് എവിടെയായിരുന്നു? കാസർഗോഡ് കാസർഗോഡ് നീലേശ്വരം. കാസർഗോഡ് നീലേശ്വരം ആണോ? ഞാനും കണ്ടിട്ടുണ്ട്. നിങ്ങളോട് ആരും ചോദിച്ചു കണ്ടിട്ടുണ്ടോന്ന്? വാതാവി പാടാനല്ല അങ്ങനെ പോയത്. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ തമ്മിൽ പറയുന്ന കാര്യത്തിന് നിങ്ങൾ കയറി ഇടപെടണ്ട കേട്ടോ. അപ്പം നമ്മൾ ഇത്രയൊക്കെ അടുത്ത സ്ഥിതിക്ക് കല്യാണം എന്നത്തേക്ക് ഉറപ്പിക്കാം. സ്ത്രീധനമൊക്കെ 50 പവനിൽ കുറയാതെ കിട്ടുമെന്ന് അറിയാം. അല്ല, ഞങ്ങൾ കൂടുതൽ ചോദിക്കുന്നില്ല, എന്തായാലും കിട്ടുമല്ലോ. ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി. എന്നത്തേക്ക് ഉറപ്പിക്കാം കല്യാണം? എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മോൻ എന്തുവാ ജോലി? പ്രൈവറ്റില് എന്ത് പ്രൈവറ്റ് ഫേമാ? ഓട്ടോമൊബൈലില് വലിയ കച്ചവടമൊക്കെ ഇല്ലയോ അവിടെ? വണ്ടി നന്നാക്കും, പെയിന്റ് അടിച്ചു കൊടുക്കും, ഭയങ്കര സാലറിയാ. വലിയ കടയാ, 2.5 സെന്റില് വലിയൊരു കട. 3 പേര് ഞെരുങ്ങി നിൽക്കുന്ന ഇവിടെ കൗണ്ടർ. സത്യം പറയണ്ടേ, തൊല്ലി പോയി. എന്തോ വരുമാനം കിട്ടും? 25,000 രൂപ ഒരു മാസം. അത് ശരി. അവസാനം ഒന്നും കാണത്തില്ലല്ലേ? നിങ്ങളല്ല ചോദിച്ചത് കേട്ടോ. 25,000 രൂപ ധാരാളം. ഈ ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാവുന്നല്ലയോ പറയുന്നത്? എങ്ങനെ ഇല്ലയോടാ? ഇല്ലയോടാ? ഒലക്കപ്പുറത്തൊന്നും എന്റെ കൊച്ചിനെ കിടത്താൻ പറ്റത്തില്ല, അവക്ക് നടുവാനേ ഉള്ളതാ. ഇല്ലടി? അല്ല, 2 ഒലക്ക മേടിച്ചാ പോരെ? ഇത് പോവേ, കട്ടിലായാലും മതിയല്ലോ. കട്ടിലിൽ കിടക്കാൻ നോക്ക്, നല്ല മെത്തയുണ്ട്. നിക്കേ, അന്ന് നിങ്ങൾ ഇവിടെ വന്നിട്ട് പോയപ്പം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? നിങ്ങളുടെ മകനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ കൊണ്ട് കെട്ടിക്കത്തോളന്ന് ഓർമ്മയുണ്ടോ? പറഞ്ഞായിരുന്നു, ഒരിക്കൽ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. കൊച്ചിന് സർക്കാർ ജോലി ആയില്ലയോ? ഇല്ല മോളെ? അത് നിങ്ങൾ പോയതിനു ശേഷം ഞാനും ഒരു തീരുമാനം അങ്ങ് എടുത്തു. എൻ്റെ മകളെ കെട്ടിക്കുകയാണെങ്കിൽ അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ടായിരിക്കുമെന്ന്. എങ്ങനെയുണ്ട്? അതിപ്പം ഈ പിള്ളേര് സ്നേഹിച്ചല്ലോ, അച്ഛനല്ലല്ലോ പറയണ്ടേ. അവര് തമ്മിൽ സ്നേഹിച്ചപ്പം കൊച്ചാണല്ലോ അതിനുള്ള മറുപടി പറയണ്ടേ. മോടെ തീരുമാനം എന്താ? അച്ഛൻ്റെ തീരുമാനം തന്നെയാണ് എൻ്റെ തീരുമാനം. ഇനി നിങ്ങളുടെ മോൻ എൻ്റെ മകളെ കെട്ടണമെങ്കിൽ അവൻ പോയി പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗം നേരിട്ട് വരട്ടെ. അന്നും ഇവളെ കെട്ടിക്കാൻ നിർത്തിയേക്കാണെങ്കിൽ അന്ന് നമുക്ക് ആലോചിക്കാം. എന്താ വായും പറഞ്ഞിരിക്കുന്നത്? ഉളുത്തി കിടക്കുന്നു. എന്നിട്ട് പോവേ, ചിരിച്ചത് വെറുതെ. പിടിച്ചടിച്ച്